ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ അനന്തമായ കരുണ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ചൊരിയണമേ. ഞങ്ങളുടെ അനവധിയായ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഓരോ തെറ്റുകളും നിൻ്റെ കരുണ കൊണ്ട് നീ മറയ്ക്കണമേ കർത്താവേ. അനന്തമായ വലിയൊരു സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, നീ കൂട്ടായിരിക്കണമേ. വചനം ഇങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? അഥവാ നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് നിൻ്റെ കണ്ണിൽ നിന്ന് കരടെടുക്കട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഡു നോട്ട് ജഡ്ജ്. കാരണം കർത്താവ് നമുക്ക് വലിയൊരു താക്കീത് പോലെ തരുവാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഞാൻ പണ്ടൊക്കെ ഈ വചനം കേൾക്കുമ്പോൾ എനിക്കൊക്കെ വന്നിരുന്നൊരു ചിന്ത ഇതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം ഉണ്ടായി, അപ്പം നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു, വിലയിരുത്തുന്നു. ആ ഒരു സംഭവം മാത്രമാണ് വിധി പ്രസ്താവിക്കുക, അല്ലെങ്കിൽ ഒരു കുറ്റം ചുമത്തപ്പെടുക. ഇത് മാത്രമാണ് ഇങ്ങനെ വിധിക്കുക, ആ ഒരു കാറ്റഗറിയിൽ പെടത്തുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് ഈ 40 അടുപ്പിച്ചൊക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അനുദിനം ഈ ഒരു വചനം കംപ്ലീറ്റ് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ പറയുന്ന ഞാനുൾപ്പെടെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ഒരു മുൻവിധിയാണ്. മുൻവിധി. നേരത്തെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച ചില കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്കെപ്പോഴും മാറണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ അടിഞ്ഞു കിടക്കുന്ന കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, കുറേ നെഗറ്റീവ് രീതികളുണ്ട്. നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെ നമുക്ക് കിട്ടിയ ഇൻപുട്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന, അല്ലെ ഇതിങ്ങനെയാണ് എന്ന് കരുതി വച്ചിരിക്കുന്ന ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു തോട്ട് ചിന്താഗതി വരാം. ഓൾ ഓർ നത്തിങ്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ്, അല്ല ഇന്നത് മതി, ഇന്നത് വേണ്ട. അപ്പോൾ എക്സ്ട്രീമലി ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, എക്സ്ട്രീമലി തന്നെ വേറൊരു കാര്യം നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ്, ഒരു ഗ്രേ ഷെയ്ഡില്ല. ഒന്നെങ്കിൽ ഒരു ബ്ലാക്ക് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് തിങ്കിങ് ആണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്രേ ഷെയ്ഡിലേക്ക് നമ്മൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഗ്രേ ഷെയ്ഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ ശരിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഈ ശരിയിലേക്ക് പിടിച്ച് വലിക്കും. അല്ലെ എനിക്ക് തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് എല്ലാവരെയും പിടിച്ച് തെറ്റിലേക്ക് വലിക്കും. അത് തെറ്റാണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരും അത് അംഗീകരിക്കണം തെറ്റാണെന്ന്. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് അവരെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൾ ഓർ നത്തിങ് എന്നൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് എത്തിപ്പെടുത്തുന്ന ഒരു ചിന്താഗതി അതാണ്. അടുത്തൊരു മെയിൻ ഒരു മേഖല ഇങ്ങനെ ഓവർ ജനറലൈസേഷനാണ്. നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്യും.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു KSRTC ബസ്സിൽ കയറിപ്പോയി, വീല് പഞ്ചറായെന്ന് വെച്ചോ, പിന്നെ ഞാൻ KSRTC ബസ്സിൽ കയറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ വീല് പഞ്ചറാവും, അല്ലെങ്കിൽ എത്തത്തില്ല, അതൊരു ഉറപ്പുമില്ല എത്തുമെന്ന് എന്ന് പറയും. അല്ലെ ഇപ്പം മെലിഞ്ഞ ഒരാൾ നമ്മളെ പറ്റിച്ചെന്നിരിക്കട്ടെ, നമ്മൾ പറയും എല്ലാ മെലിഞ്ഞവരും പറ്റിയിരിക്കാരാണ്. അല്ലെ ഇപ്പം ഏതെങ്കിലും ഒരു ദേശത്തെ വെച്ച് നമ്മളങ്ങ് ജനറലൈസ് ചെയ്യും, അവിടെ ഉള്ളവരെല്ലാം അങ്ങനെയാണ്. അല്ലെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മളിങ്ങനെ അഡ്രസ്സ് ചെയ്യും, ഇവരെല്ലാം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു രാജ്യക്കാരെ മുഴുവൻ നമ്മളിങ്ങനെ പറയും, ഇവരെല്ലാം അങ്ങനെ ഓവറായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യും, അതിങ്ങനെയാണ്, അതിങ്ങനെ സംഭവിക്കത്തുള്ളൂ, അല്ലെ അവരെല്ലാം ഇങ്ങനെയാണ്, ആ കാറ്റഗറിക്കാർ മുഴുവൻ ഇങ്ങനെയാണ്, അല്ലെ ആൾക്കാർ മൊത്തം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയും. പക്ഷെ അതൊരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാനോ പറയാനോ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ചെയ്തു പോകുന്നുണ്ട് ഡെയിലി. ഇനി അടുത്തൊരു ചിന്താഗതി ഒരു മെൻ്റൽ ഫിൽറ്ററിങ് ആണ്. കാരണം നമ്മുടെ ഒരു മാനസികമായ ഒരു തലത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ അരിച്ചേ നമ്മളത് വിലയിരുത്തത്തുള്ളൂ, ആരെ കണ്ടാലും എന്ത് കണ്ടാലും. അപ്പം നമ്മൾ മെൻ്റലി നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെ നമ്മളിങ്ങനെ അപ്പൻ എങ്ങനെയാണ്, അതിനപ്പുറം നമ്മുടെ ഒരു ചിന്താഗതി ഇല്ല. അല്ലെ അമ്മ ഇങ്ങനെയാണ്, നമ്മൾ ഒരു മെൻ്റൽ ഫിൽറ്റർ വെച്ചേക്കാണ്, എന്നിട്ട് ആ ഫിൽറ്ററിലൂടെ മാത്രമാണ് ഇങ്ങനെ നോക്കിക്കാണുന്നത്. അല്ലെ ഇപ്പോൾ അമ്മ ചെയ്യുന്ന മൊത്തം തെറ്റാണ്, അപ്പൻ ചെയ്യുന്ന മൊത്തം തെറ്റാണ് എന്നൊരു മെൻ്റൽ ഫിൽറ്റർ വയ്ക്കുമ്പോൾ എന്ത് ചെയ്താലും നമുക്ക് അതിനകത്തുനിന്ന് നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങും. അതും വലിയൊരു പ്രശ്നമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അവിടെ നമുക്ക് വലിയൊരു സൗഖ്യം ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു മെൻ്റൽ ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ശരി, ഇനി അടുത്തൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർ, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ കൗണ്ട് ചെയ്യത്തില്ല. ഇനി അവരെന്തെങ്കിലും നന്മ ചെയ്താൽ നമ്മൾ ഒരിക്കലും കൗണ്ട് ചെയ്യത്തില്ല. ഇനി അവർ 10, 100 നന്മ ചെയ്താലും ഒന്നും നമ്മളെ എൻകറേജ് ചെയ്യത്തില്ല, ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല, നല്ലതെന്ന് പറയത്തില്ല. അല്ല കൂടെ നിൽക്കുന്ന ഒരാൾക്കൊരു പ്രൊമോഷൻ കിട്ടി, അവരൊക്കെ വേറൊരു പൊസിഷനിലേക്ക് അവർ എത്തിപ്പെട്ടു, ആ എത്തിപ്പെടുമ്പോൾ ഒരു കൺഗ്രാറ്റ്സ് പോലും പറയത്തില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഒരു അടുത്തൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലരുടെ മുഖം പെട്ടെന്നങ്ങ് മാടും, വാടി ഇങ്ങനെ ഉമ്മെന്നിരിക്കും. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഈവൻ എനിക്കും അങ്ങനെയൊക്കെ ചിന്താഗതി ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഇങ്ങനെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ജലസി എന്ന് പറയുന്നൊരു സാധനം പൊങ്ങി വരും. ഇത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, അസൂയ എന്ന് പറയുന്നൊരു സാധനം. അതിനും കഷണ്ടയ്ക്കും മരുന്നില്ലെന്ന് പറയുന്നത് സത്യമാണ്, പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലൊക്കെ. കാരണം ഒരാളിങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോഴത്തേക്ക് അപ്പോഴേ അതിനെ തടഞ്ഞ് ഇല്ലായ്മ ചെയ്യാനായിട്ട് എന്തൊക്കെ നോക്കും അത് മൊത്തം നോക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു കാര്യവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ നെഗറ്റീവാണത്. കാരണം എൻ്റെ മനസ്സ് മൊത്തം തിന്മയാണ്. ഇനി ഈ മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നും. ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഉള്ളിൽ മൊത്തം ഈ തിന്മയുണ്ട്, അതുകൊണ്ട് അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് അതങ്ങ് പൊലിപ്പിച്ച് കാണിക്കും. ഇനി അടുത്തൊരു സംഭവമുണ്ട്, ഒരു ജമ്പിങ് ടു ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൺക്ലൂഷനിലെത്തും, എത്തിയിട്ട് നമ്മൾ ബാക്കി തുടങ്ങത്തുള്ളൂ. ഇപ്പോൾ ഒരു വീട് പണിയണം, ചിലരൊക്കെ ഇപ്പോൾ വീട് പണിത് കഴിഞ്ഞാൽ അത് കടവായി പോകും, അപ്പോഴേ കൺക്ലൂഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കടവാകും. അല്ലെങ്കിൽ ഒരു വണ്ടി അത് ശരിയാകത്തില്ല, അപ്പോഴേ കൺക്ലൂഡ് ചെയ്തു. അല്ലെ ഇന്ന പോലെ ഇന്ന ഒരു കാര്യം ഇന്ന ഒരാളെ ഏൽപ്പിച്ചാലോ അത് നടക്കത്തില്ല എന്ന് പറയാം. അപ്പോഴേ വിധിക്കുവാണ്, ഒരു മുൻവിധിയോട് കൂടി. അവിടേക്കാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടും. ഇനി ഒരു മാഗ്നിഫിക്കേഷൻ ആൻഡ് മിനിമൈസേഷൻ ഉണ്ട്. ചില സംഭവങ്ങൾ നമുക്കിപ്പം ഒരാളിൽ നിന്നൊരു തിക്താനുഭവം ഉണ്ടായി എന്നിരിക്കട്ടെ. ഇപ്പം ഒരു വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ് കൂട്ടുക. ഒരു സ്റ്റാഫിൽ നിന്ന്, എ എന്ന സ്റ്റാഫിൽ നിന്ന് ബി എന്ന സ്റ്റാഫിന് ഒരു തിക്താനുഭവം ഉണ്ടായി. ഇപ്പോൾ ബി ചെന്ന് MD പറയുകയാണ്, ഒരു 1% ഉണ്ടായിട്ടുള്ളെങ്കിൽ ഇതിനെ പൊലിപ്പിച്ച് ഒരു 50% ആക്കി പ്രസൻറ്റ് ചെയ്യും. മാഗ്നിഫൈ ചെയ്യാന്ന് പറയും അല്ലേ. ഒരു മാഗ്നിഫയർ ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ മൊബൈലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ. പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞ കാര്യം അതിങ്ങനെ എൻലാർജ് ചെയ്ത് കാണാൻ വേണ്ടി അവിടെ ഇങ്ങനെ മാഗ്നിഫയർ വെച്ചിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യും, അപ്പോൾ അത് അവിടെ ഉള്ള പോർഷൻ ഭയങ്കര വലുതായിട്ട് കാണിക്കും എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ സംഭവത്തെ അങ്ങ് പെരുപ്പിച്ച് വലുതായിട്ട് അങ്ങ് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി അവിടേക്കാണ് ഈശോ പറയുന്നത്, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ നിങ്ങളുടെ ഉത്തരം. അതിൻ്റെ അപ്പുറം വരുന്ന മുഴുവൻ പിശാചിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നീ ഇങ്ങനെ ചെയ്തായിരുന്നോ? ചെയ്തു, അല്ലെങ്കിൽ ചെയ്തില്ല, ഓക്കെ.
അതോടുകൂടി അത് സ്റ്റോപ്പ് ആവുകയാണ്. ഇനി ചെയ്തു എന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊന്ന് താഴുക ചെയ്യുന്നത്. ഒന്നും വിഷമിക്കേണ്ട, ആ താഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ ഉയർച്ചയാണ്. ഇനി അങ്ങനെ താഴാൻ മനസ്സില്ലാത്തവരെ ന്യായീകരിക്കാൻ തുടങ്ങും, ഇത് ഇങ്ങനെ എലാബറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതെ എന്നോ അല്ല അത് വിട്ടിട്ട് നമ്മൾ ബാക്കി കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അത് പിശാചിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. ഇനി വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥാനത്തെ മിനിമൈസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഒരു വലിയൊരു മെഡിക്കൽ എമർജൻസി, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ഫിനാൻഷ്യൽ എമർജൻസി വന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളതിനെ വളരെ ചെറുതായിട്ട് പുച്ഛിച്ച് തള്ളും. അങ്ങനെ ഒരിക്കലും തള്ളാൻ പാടില്ല, അത് മിനിമൈസ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു ഇമോഷണൽ റീസണിങ് എല്ലായിടത്തോട്ടും നമ്മളിങ്ങനെ കൊണ്ടുവരാൻ. കാരണം ചിലർക്ക് അങ്ങനെ ഇമോഷണലി അങ്ങ് താഴ്ത്തിക്കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണെന്ന് കാണിക്കും. അതും ഒരു ടൈപ്പ് നെഗറ്റീവ് ക്യാരക്ടറൈസേഷനാണ്. അതായത് എനിക്കൊത്തിരി ലോഡൊന്നും എടുക്കാൻ പറ്റത്തില്ല, എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്ന്, എനിക്ക് ഇമോഷണലി വിഷയം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, അതുകൊണ്ട് എന്നോടെല്ലാവരും മയത്തിലോ ഇടപെടാവുള്ളൂ എന്ന് ഞാൻ വാശി പിടിക്കാൻ തുടങ്ങും. ദേഷ്യം എന്ന് പറയുന്നത് ഒരു ഇമോഷണലാണ്. അപ്പോൾ ഇമോഷണലി ഞാൻ ദേഷ്യപ്പെടുന്നു, അപ്പോൾ ഞാൻ വലിയ ദേഷ്യക്കാരനാണ് എന്ന് എപ്പോഴും ഇങ്ങനെ ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പെട്ടെന്ന് കരയും. അതുകൊണ്ട് കരയുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. അല്ലെങ്കിൽ എനിക്ക് സങ്കടം താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യമൊന്നും എന്നോട് ഡിസ്കസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോഴേ എനിക്ക് നെഞ്ചുവേദന എടുക്കും, അതുകൊണ്ട് നെഞ്ചുവേദന എടുക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട്. അങ്ങനെ ഒരു ഇമോഷണൽ റീസൺസിൽ നമ്മൾ അതെങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ നെഗറ്റീവ് ആവും. ഇനി അടുത്ത ഒരു കാര്യം, ഞാൻ ഇത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡായി മീൻസ്, ഇപ്പം ഒരു കമ്പനി, നമ്മുടെയൊക്കെ കമ്പനിയുടെ ഓണർ പറയുകയാണ് നമ്മളോട്, എടാ ഇതിങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറയുമ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാനും പണ്ട് അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി, അതിനല്ല എനിക്ക് സാലറി തരുന്നത്. കാരണം എനിക്ക് എൻ്റെ രാവിലത്തെ 9 മണി തൊട്ട് 6:30 വരെയുള്ള ടൈം ഞാൻ എൻ്റെ കമ്പനിക്ക് കൊടുത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ സെല്ല് ചെയ്തേക്കാണ്. അതിൻ്റെ എനിക്ക് റിവാർഡായിട്ടാണ് സാലറി തരുന്നത്. അപ്പോൾ അങ്ങനെ സാലറി തരുമ്പോൾ കമ്പനിയുടെ അതോറിറ്റീസ് എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ ആ സമയത്ത് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഞാൻ സാലറി വാങ്ങിക്കുന്നത്. അല്ലെ നമ്മുടെ ഇഷ്ടം ചെയ്ത് കാണിക്കാനല്ല നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഇത് ജോലിയാണ്. ഇനി എൻ്റെ ഇഷ്ടം ചെയ്യാനാണ് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, ഇത് സ്ഥാപനത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു, എൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവിടെ എൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴത്തേക്ക് അത് കമ്പനിയുടെ ഇഷ്ടമായിട്ട് മാച്ച് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ കമ്പനി അതോറിറ്റീസ് നമ്മളെ പിടിച്ച് കുടയുമ്പോഴത്തേക്ക് അവർ ക്രൂരന്മാരാണ്, വില്ലന്മാരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഒരു കമ്പനി എന്താണോ എയിം ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഇതുപോലെ തന്നെയാണ് ആത്മീയതയിലും. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനാണ് ക്രിസ്ത്യാൻ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് ഞാൻ വില്ലിങ് അല്ല, ഞാൻ എൻ്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവിനോട് എന്നും മല്ലടിയാണ്. വേണ്ടി ചോദിക്കും, നിനക്ക് ഇതൊന്നും അറിയത്തില്ലേ, എനിക്കിത് തന്നാൽ എന്നാ കുഴപ്പം? ഒരിക്കലും കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നോ കർത്താവിൻ്റെ മനസ്സെന്താണെന്നോ എന്നൊന്നും ചിന്തിക്കത്തില്ല. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാറ്റഗറി ആരോടാണെന്നറിയാം? ദേഷ്യപ്പെടാൻ പാടില്ലെന്നൊക്കെ ഈശോ പറഞ്ഞാലും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാറ്റഗറി എൻ്റെ കർത്താവിനെ കുറ്റം പറയുന്നവരെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഈശോയെ കുറ്റം പറയുന്നവർ കാണിക്കേണ്ടതെല്ലാം കാണിച്ചു കൂട്ടും, എന്നിട്ട് അവസാനം കർത്താവിനെ കുറ്റം പറയും. ആ ഒരു ക്യാരക്ടർ നമുക്ക് മാറ്റം വന്നേ പറ്റത്തുള്ളൂ. കാരണം അതും ഒരു ടൈപ്പ് ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ്. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു ദുശീലം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ അതും ഒരു വിധിക്കുന്ന ഒരു നേച്ചറാണ് ലേബൽ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളങ്ങ് മുദ്ര കുത്തുക, കള്ളനാണ്, കള്ളിയാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ്, അല്ല അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ഒരു ലേബൽ അങ്ങ് ചാർത്തുവാണ്. ഈവൻ വട്ടപ്പേര് പോലും വിളിക്കരുതെന്നാണ് പറയുന്നത്, ഇരട്ടപ്പേര് പോലും വിളിക്കരുത്, അങ്ങനെ ശീലിക്കരുത്, കളിയാക്കരുത്, ലേബൽ ചുമത്തരുത്.
ചില സ്ഥലത്ത് ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കഴുതേ, പൊട്ടി എന്നൊക്കെ വിളിക്കും. ഒരിക്കലും വിളിക്കരുത് അങ്ങനെ. കാരണം അതുങ്ങൾക്ക് എന്ത് മനോഹരമായ പേര് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കഴുതയെന്നും പൊട്ടിയെന്നും പൊട്ടാന്നും വിളിക്കാനാണോ നമുക്ക് ഈശോ കുഞ്ഞുങ്ങളെ തന്നത്? അങ്ങനെ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഒന്നും വിളിക്കാൻ പാടില്ല. അല്ല, ചിലർ ചീത്ത മാത്രമേ വിളിക്കത്തുള്ളൂ. ഇതെല്ലാം അവരവരുടെ മനസ്സിൻ്റെയാണ്. അതാണല്ലോ പുറത്തോട്ട് വരുന്നത്. ഇനി ഒരു പേഴ്സണലൈസിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആർക്കെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു, അപ്പം നമ്മളത് നമ്മുടേതാക്കി തീർക്കും. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നെന്ന് വെച്ചു, പെട്ടെന്ന് നമ്മളും അത് നമ്മുടെ അസുഖമാക്കി മാറ്റി നമുക്കും അസുഖമാണെന്ന് ചിത്രീകരിക്കും. അതും ഒരു ടൈപ്പ് നെഗറ്റീവ് ചിന്താഗതിയാണ്. ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെയൊക്കെ ഫാമിലിയിൽ അങ്ങനത്തെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ അതും വെച്ച് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് അടുത്ത ഒരു ചേച്ചിക്ക് യൂട്രസിൽ എന്തെങ്കിലും വിഷയമാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൻറ്റിമാർക്കും അമ്മമാർക്കും ഒക്കെ യൂട്രസിൽ വിഷയം വരും, പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. എന്നിട്ട് ഭയങ്കര വേദനയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കും. ഇല്ലാത്ത സ്കാനിങ് കാര്യങ്ങൾ, ഡിസ്കഷൻസ്, അത് ഇത്. എന്നിട്ട് അവസാനം നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നിട്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആദ്യം കുറച്ച് മോറൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നും ഈ അസുഖത്തെക്കുറിച്ച് പറയുമായിരുന്നു എപ്പോഴും. അപ്പം നമ്മുടെ ഒത്തിരി ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ ഉടനെ പൊക്കിയെടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഒരു കുഴപ്പമില്ല. 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും ഇങ്ങനെ പറയും. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര തലവേദനയാണ്, സ്കാൻ ചെയ്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഇന്ന പോലെ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇരിക്കുക, എന്നോടൊന്ന് വരുമോ എന്ന് ചോദിച്ചു, കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവസാനം ഇത് സഹി കെട്ടു. കാരണം ഇത് കൊണ്ടുപോകുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ തോന്നി. ഞാൻ പറഞ്ഞു, എനിക്കും തലവേദനയാണ്, എനിക്ക് മൈഗ്രെയിൻ്റെ പെയിൻ ഉണ്ട്. എനിക്ക് മൈഗ്രെയിൻ്റെ പെയിനുള്ള ഒരാളാണ്, 10-12 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് നമ്മുടെ തലയും കൊണ്ടേ ആ സാധനം പോകത്തുള്ളൂ. അവസാനം എന്തെങ്കിലും വാള് വെച്ച് വേറൊരു പരുവായിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു 3-4 ദിവസം നമ്മുടെ തല തിന്ന് ഇരിക്കും ആ സാധനം. മൈഗ്രെയിൻ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും മൈഗ്രെയിൻ്റെ പെയിനുണ്ട്, 10-12 വർഷമായിട്ട് ഞാനും സഹിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മൈഗ്രെയിൻ പെയിനാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ 3 കുഞ്ഞുങ്ങൾ പട്ടിണിയാവും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്, ജോലി ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയെങ്കിൽ എനിക്ക് സാലറി കിട്ടത്തുള്ളൂ. അങ്ങനെ സാലറി കിട്ടിയെങ്കിൽ എനിക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, വീട്ടിലെ കാര്യങ്ങൾ നീക്കാൻ പറ്റത്തുള്ളൂ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മൈഗ്രെയിൻ പെയിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1-2 ആഴ്ച വീട്ടിനകത്ത് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാവും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ ഫ്രണ്ടിൽ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി, ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ തലവേദന ഒന്നും ഒരു തലവേദന അല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. എന്ത് കടുപ്പ് വേദന ഉണ്ടെങ്കിലും ഞാൻ അത് സഹിച്ചുകൊണ്ട് ഇറങ്ങി പോകും, ജോലിക്ക് പോകും, ചെയ്യും, തിരിച്ചു വരും. അതുകൊണ്ട് കർത്താവ് എന്താണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഒരു ദൗത്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അസുഖവും കാണത്തില്ലെന്ന് പറഞ്ഞു. അതിൽ പിന്നെ എന്നോട് ആ വ്യക്തി പറഞ്ഞിട്ടില്ല എനിക്ക് അസുഖമാണ്, അല്ല എന്നെ ഇന്നടത്ത് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി പിന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പേഴ്സണലൈസ് ചെയ്യുക. അതുപോലെ ചിലരൊരു സിമ്പതിക്ക് വേണ്ടി പറയുന്നതാണ്, ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒരു പ്രാർത്ഥനാ സഹായത്തിന് അല്ലെങ്കിൽ ഒരു സിമ്പതിക്ക് വേണ്ടി പറഞ്ഞ് ട്യൂമറാക്കും. അതും ഒരു നെഗറ്റീവ് തോട്ട്സാണ്. ഒരു സിമ്പതി കിട്ടുക, അതൊരു നെഗറ്റീവ് വിചാരമാണത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഹഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമുക്ക് പയ്യെ എത്താൻ പറ്റും. ഇനി ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്താഗതി തന്നെ ഇങ്ങനെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കുറച്ച് വിപത്തുകൾ ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കാരണം ഒന്നിലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവത്തില്ല, വല്ലാത്തൊരു ഉൾവലിഞ്ഞ് ഒരു ഡിപ്രഷൻ നേച്ചറിലേക്ക് നമ്മളെ എത്തിച്ചു കളയും. ഒരു ഭയങ്കര സ്ട്രെസ്സ്, ഒരു ആങ്സൈറ്റിയിലേക്കൊക്കെ നമ്മളെ കൊണ്ട് എത്തിച്ചു കളയും. അപ്പോൾ ഇവിടുന്ന് നമുക്കൊന്ന് ഓവർകം ചെയ്യണമെങ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന്, നമ്മുടെ ഡിസ്റ്റോർഷൻസ്, നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിൽ ഇപ്പോൾ കുറേ മേഖലകൾ ഞാനൊന്ന് ഇങ്ങനെ സൂചിപ്പിച്ച് പോയിരുന്നു. ഇതൊന്നും അല്ല, 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടോ? ഞാനൊക്കെ ആദ്യം ചിന്തിച്ചപ്പോൾ ഇത് മുഴുവൻ ഈ പറഞ്ഞ മൊത്തം എൻ്റെ തന്നെ ചിന്താഗതിയാണ് ആയിരുന്നു. ഞാൻ ഒത്തിരി മാറ്റം വരുത്തിയത് അതൊക്കെ. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ആ ഈച്ച് ആൻഡ് എവറിത്തിങ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാനൊന്ന് തുറന്ന് കാണിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പയ്യെ മാറ്റം വരുത്താൻ തുടങ്ങിയത് പതുക്കെ ഞാനിതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ മുറിഞ്ഞു പോകും. നമുക്ക് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ സമൂഹത്തിലെ ജോലി മേഖലയിലെല്ലാം നമ്മൾ ഒറ്റപ്പെടും. അത് വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ നയിക്കും. ദൈവവിശ്വാസം മാറും. ദൈവത്തോട് ഭയങ്കര വിരക്തി ഉണ്ടാവും. ഇതിനെല്ലാം കാരണം നമ്മുടെ മൈൻഡ് തന്നെയാണ്. നമ്മുടെ മനസ്സിനകത്ത് ഈ വിധി പ്രസ്താവിക്കുന്ന മനസ്സാണ്, മുൻവിധിയോടുകൂടി ചിന്തിക്കുന്ന ചിന്താഗതിയാണ് ഇതിനെല്ലാം കാരണം. അപ്പം നമ്മുടെ ആ ഒരു ചിന്താഗതിക്ക് തന്നെ നമ്മൾ ചലഞ്ചസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചിന്തിക്കാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക. ആ ഒരു സർക്കംസ്റ്റാൻസസിലേക്ക് തന്നെ ചെന്നിട്ട് വേറെ രീതിക്ക് ചിന്തിച്ചു തുടങ്ങുക. ഇപ്പം എന്തൊരു പോസിറ്റീവിന്, ഒരു നെഗറ്റീവ് സാധനത്തിനെയും ഓവർകം ചെയ്യാൻ ഒരു പോസിറ്റീവ് ആക്ഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പം എക്സാമ്പിൾ ഞാനിങ്ങനെ എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട്. ഈ പെൻസിൽ കണ്ടുപിടിച്ച ഒരാളിങ്ങനെ എഴുതി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് പെട്ടെന്ന് തെറ്റിപ്പോയപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ടൊരു ചിന്താഗതി ഇങ്ങനെ കയറി തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി കയറി കഴിഞ്ഞപ്പോൾ അയാൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 പേജ് എത്തിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഇതിന് പകരം ഒരു പോസിറ്റീവ് റെമഡി കണ്ടുപിടിക്കണം. അയാൾ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം ഇതാണ്. ഒരു റബ്ബർ എടുത്ത് മൂടി വെച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തെറ്റിക്കുന്നില്ല. ഇത് തെറ്റിച്ചാലും മായ്ക്കാനായിട്ട് ഒരു പോസിറ്റീവായിട്ടൊരു സാധനം അവിടെ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു തിന്മ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു തിന്മയെ നമുക്ക് ജയിക്കണോ, ഒരു പാപത്തെ നമുക്ക് ഓവർകം ചെയ്യണോ, ഒരു പാപം നമുക്ക് ചെയ്യാതിരിക്കണമോ, അല്ലെ അതിൽ നിന്ന് നമുക്കൊരു മോചനം വേണോ, വേറൊരു നന്മ കൊണ്ട് അതിനെ ഫുൾഫിൽ ചെയ്യണം. ഇപ്പോൾ കുറ്റം പറയുക എന്നൊരു സ്വഭാവത്തെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ആ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ നന്മ പറയണം, വാ തുറന്ന് പറയണം. ഇനി വെള്ളം അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ വെള്ളമടി നിർത്തുന്നു, മദ്യപാനം നിർത്തി കഴിയുമ്പോൾ ആ മദ്യപാനത്തിന് പകരം അയാൾ കട്ടൻ ചായ ആക്കണം. കാരണം ഓരോ ഇൻ്റർവെല്ലിൽ സിപ്പായിട്ട് ഈ മദ്യം കഴിച്ചുകൊണ്ടിരുന്ന അതേ അളവിൽ വേറെ എന്തെങ്കിലും പാനീയമോ അല്ലെങ്കിൽ കട്ടൻ ചായയോ കുടിച്ച് വേണം അതിനെ ഓവർകം ചെയ്ത് നള്ളിഫൈ ചെയ്യാൻ. അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഇങ്ങനെ കുടിക്കണം തോന്നും. അപ്പം ഒരു നെഗറ്റീവിനെ ഒരു പോസിറ്റീവ് ഇട്ട് വേണം നള്ളിഫൈഡ് ആക്കാനായിട്ട്. ഇനി നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുക. ഇതിങ്ങനെ ശരിയാണോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയി അല്ലെങ്കിൽ ചിന്തിച്ചു പോയി, ചെയ്തു പോയി, അത് ശരിയല്ല, നമ്മൾ മാറ്റം വരുത്തണം. അങ്ങനെ ഒരു സെൽഫ് ടോക്ക് അതിലേക്ക് എത്തുക. നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുക. ഇനി ഉറക്കെ സംസാരിക്കല്ലേ, എന്തെങ്കിലും മെൻ്റലാന്ന് പറയും. നമ്മളെ മനസ്സിൽ നമ്മളിങ്ങനെ സംസാരിക്കുക. പിന്നെ ഒരു സപ്പോർട്ട് നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ തേടി കണ്ടുപിടിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഓടി ചെല്ലുക. അതിന് ഒരു ആത്മീയ നേതൃത്വം എന്നൊക്കെ സ്പിരിച്വാലിറ്റിയിൽ പറയും. ഒരു ആത്മീയ പിതാവ്, അല്ലെ നമ്മളെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്ന ഒരാൾ. അതൊരു ഒരു അൽമായനാവാം, സിസ്റ്ററാവാം, അച്ഛനാവാം, അല്ലെ ഒരു പിതാവാം, ആരാണെങ്കിലും അവരുടെ അടുത്ത് ചെല്ലുക, ഓപ്പണായിട്ട് സംസാരിക്കുക. ഇന്ന പോലെ ഒരു കുറവുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ദേഷ്യം എന്ന് എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു, വായി തോന്നിയതെല്ലാം വിളിച്ച് പറയും. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, നീ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് മാറ്റിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് എഴുതാൻ പറഞ്ഞു. നിനക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു. ഈ പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഈ സാധനം എഴുതി പിടിപ്പിക്കാൻ എന്ത് പാടാ. ഈ പറയുന്ന ചീത്തയും ഈ പറയുന്ന വഴക്കും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ തീരാനായത്? അതുകൊണ്ട് തന്നെ പയ്യെ ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം പതുക്കെ അങ്ങ് മാറാൻ തുടങ്ങി. ഞാൻ പർപ്പസ്ഫുള്ളി തന്നെ ദേഷ്യം വരുമ്പോൾ ഈ പേപ്പർ എടുത്ത് എഴുതി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ആക്ഷനെ പതുക്കെ മാറ്റം വരുത്താൻ തുടങ്ങി. പിന്നെ ആ ദേഷ്യം പതുക്കെ അങ്ങ് കുറയാൻ തുടങ്ങി. അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരാളെ തപ്പിപ്പിടിക്കുക. നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈ ഔട്ട്കംസ് എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ആ നെഗറ്റീവ് ഔട്ട്കംസിനെ നമ്മൾ നാളെ എങ്ങനെ പോസിറ്റീവ് ഔട്ട്കം ആക്കി മാറ്റാം എന്ന് നമ്മൾ ചിന്തിക്കുക. ഈശോയോട് സഹായം ചോദിക്കുക. അതിനെ കർത്താവ് പറയുന്നത്, 1 മണിക്കൂറെങ്കിലും നീ എൻ്റെ മുമ്പിലൊന്ന് ഉണർന്നിരിക്കുക. നമ്മളും കർത്താവിൻ്റെ മുമ്പിലൊന്ന് ഉണർന്നിരിക്കാം. എന്നിട്ട് നമ്മൾ ചിന്തിക്കാം, കർത്താവേ, ഈ വിധി പ്രസ്താവിക്കുന്ന ആളാണോ ഞാൻ? വിധിക്കുന്ന ആളാണോ ഞാൻ?
കാരണം ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയൽ ഫാക്റ്റ്. നമ്മുടെ ചിന്താഗതി എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയൽ ഫാക്റ്റ്. അതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു കർത്താവേ, ഈ വിധി പ്രസ്താവിക്കുന്ന എൻ്റെ ചിന്തയെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധ ചോര എൻ്റെ ചിന്തയിലേക്ക് ഒഴുക്കിയിറക്കണമേ കർത്താവേ. ഈ മുൻവിധിയോടുകൂടി ഞാൻ വിധിക്കുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് കർത്താവേ നിൻ്റെ തിരിച്ചോര ഒഴുകട്ടെ. കർത്താവേ, ഞങ്ങൾ ചിന്തിച്ച മേഖലയിലെല്ലാം അങ്ങനത്തെയൊക്കെ സ്വഭാവ ദുശീലങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഞങ്ങളുടെ കേൾവിയിൽ, ഞങ്ങളുടെ സംസാരത്തിൽ എല്ലാം ആ ഒരു മുൻവിധിയോട് കൂടിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കർത്താവേ നിൻ്റെ തിരിച്ചോര ഒഴുക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഇടപെടേണ്ടത് എങ്ങനെയാണ്, ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് നീ ട്രെയിനിങ് തരണേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ, ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഔസപിതാവേ, കൂട്ടായിരിക്കണമേ. ആമേൻ.